കൊല്ലത്ത് ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ബിരിയാണിയിൽ കുപ്പിച്ചില്ല. ചിതറ NR ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ബിരിയാണിയിലാണ് കുപ്പിച്ചിലുണ്ടായിരുന്നത്. കുപ്പിച്ചിൽ കുടുങ്ങി തൊണ്ട മുറിഞ്ഞ കിളിത്തട്ട് സ്വദേശി ആശുപത്രിയിൽ ചികിത്സ തേടി. ചിതറ ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായ സൂരജിനെയാണ് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആ ബിരിയാണിയിൽ നിന്ന് കിട്ടിയ കുപ്പിച്ചില്ലാണ് ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പമുണ്ട്. ദിലീപ് ദേവസ്യ, കൊല്ലത്തെ ഹോട്ടലിൽ ഈ ബിരിയാണിയിൽ ഈ കുപ്പിച്ചിൽ എങ്ങനെ വന്നു? നമ്മൾ ഈ ഹോട്ടൽ ഉടമകളുമായി സംസാരിച്ചപ്പോൾ അതെങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ല എന്നാണ്, അറിയില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ ഹോട്ടൽ ഉടമകൾ പറയുന്നത്. എന്തായാലും സൂരജിന് 4 ബിരിയാണിയായിരുന്നു സൂരജ് ഇന്നലെ വാങ്ങിയത്. ചിക്കൻ ബിരിയാണി വാങ്ങി 520 രൂപ നൽകിയാണ് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയ്ക്കും സഹോദരനും ഒപ്പം കഴിക്കുമ്പോഴാണ് ഈ കുപ്പിച്ചില്ല് വായിൽ കുടുങ്ങുന്നത്. ആദ്യം കരുതി ചിക്കൻ്റെ എല്ലാണെന്ന് കരുതി കടിക്കുകയും ചെയ്തു. പിന്നീടാണ് തൊണ്ട മുറിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് കുപ്പിച്ചില്ലാണ് മനസ്സിലാക്കും. ഉടൻ തന്നെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. വയറ്റിലേക്ക് എത്തിയിട്ടുണ്ടോ അറിയുന്നതിന് വേണ്ടി എക്സ്റേയും സ്കാനിങ്ങും ഉൾപ്പെടെ എടുക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട സൂരജ് കടക്കൽ പോലീസിനും ഒപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ചിക്കൻ്റെ ഉള്ളിൽ, ഈ ബിരിയാണിക്കുള്ളിൽ എങ്ങനെ ഈ കുപ്പിച്ചില്ല് വന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് വാങ്ങിയ ബിരിയാണി ആയിരുന്നു. ഉച്ചയ്ക്ക് വൈകിട്ട് 3 മണിയോടുകൂടെ തന്നെ ഇത് കഴിക്കുന്നതിനിടയിലാണ് ഈ കുപ്പിച്ചില്ല് കണ്ടെത്തിയത്. ഭാര്യ ഗർഭിണിയാണ്. അപ്പോൾ ഭാര്യയും കഴിച്ചിരുന്നു, സഹോദരനും കഴിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അവരുടെ ബിരിയാണിയിലൊന്നും തന്നെ ഈ കുപ്പിച്ചില്ലിൻ്റെ അംശം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സൂരജ് കഴിച്ച ബിരിയാണിയിലായിരുന്നു ഈ കുപ്പിച്ചില്ലിൻ്റെ അംശം കണ്ടെത്തിയത്. എന്തായാലും ഇപ്പോൾ കടക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുജയ, വിവരങ്ങൾ നൽകിയത് ദിലീപ് ദേവസ്യയാണ്. തൊണ്ട മുറിഞ്ഞ കൊല്ലം കിളിത്തട്ട് സ്വദേശി ചികിത്സയിലാണ്.